കല്ലു സ്പേസ് ലേണിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 10 ഡിസ്കസ് ചെയ്യുന്നത്. സമുദ്രങ്ങളിലൂടെ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ജലം. ഭൗമോപരിതലത്തിന്റെ 71% ജലമാണ്. സമുദ്രങ്ങൾ, കായലുകൾ, തടാകങ്ങൾ, നദികൾ, അരുവികൾ, ഉറവകൾ, ജലസംഭരണികൾ, കിണറുകൾ എന്നിവ ജലത്തിന്റെ വിവിധ സ്രോതസ്സുകളാണ്. ഇവയിൽ ഉപരിതല ജലസ്രോതസ്സുകളും ഭൂഗർഭ ജലസ്രോതസ്സുകളും ഉൾപ്പെടുന്നു. ഉപരിതല ജലസ്രോതസ്സുകൾ ഭൗമോപരിതലത്തിൽ കാണപ്പെടുമ്പോൾ ഭൂഗർഭ ജലസ്രോതസ്സുകൾ ഉപരിതലത്തോട് ചേർന്നുള്ള ഭൂമിക്കുള്ളിലായി കാണപ്പെടുന്നു. ജലമണ്ഡലത്തിലെ ജലത്തിന്റെ ചാക്രിക ചലനത്തിന്റെ ഫലമായാണ് ജലസ്രോതസ്സുകളിൽ ജലം ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകാത്തത്. ജലമണ്ഡലം ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലും അന്തർഭാഗത്തും അന്തരീക്ഷത്തിലുമായി കാണപ്പെടുന്ന ആകെ ജലമാണ് ജലമണ്ഡലം. ജലപരിവൃത്തി ഭൂമിക്കുള്ളിലും ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലുമായുള്ള ജലത്തിന്റെ ചാക്രിക ചലനമാണ് ജലപരിവൃത്തി എന്ന് പറയുന്നത്. ഭൂമിക്കുള്ളിലും ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലുമായുള്ള ജലത്തിന്റെ ചാക്രിക ചലനമാണ് ജലപരിവൃത്തി. ഭൗമോപരിതലത്തിലെ വിവിധ ജലസ്രോതസ്സുകളിലെ ജലം ബാഷ്പീകരണത്തിലൂടെ നീരാവിയായി മാറുന്നു. ഇങ്ങനെ അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപം കൊള്ളുന്നു. മേഘങ്ങൾ കൂടാതെ മൂടൽമഞ്ഞ്, തുഷാരം എന്നിവയും ഘനീകരണത്തിന്റെ മറ്റു രൂപങ്ങളാണ്. വർഷണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികകൾ ഭൂമിയിലേക്ക് പതിക്കുന്നു. മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം വീഴ്ച എന്നിവ വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ്. ബാഷ്പീകരണം ഒരു ദ്രാവകം താപത്തിന്റെ സഹായത്താൽ വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ഘനീകരണം വായുവിലെ ജലബാഷ്പം തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയയാണ് ഘനീകരണം. വർഷണം തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പവും ഭാരവും കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാവാതെ അവ ദ്രാവക രൂപത്തിലോ ഖരരൂപത്തിലോ ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രക്രിയയാണ് വർഷണം. ഇങ്ങനെ ജലമണ്ഡലത്തിൽ ജലം ബാഷ്പീകരണം, ഘനീകരണം, വർഷണം എന്നീ പ്രക്രിയകളിലൂടെ ചാക്രികമായി ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ജലപരിവൃത്തി. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ജലം. ഭൂമിയിലെ ജലത്തിന്റെ 97% ലവണജലമാണ്. ഭൂമിയിലുള്ള ആകെ ശുദ്ധജലത്തിന്റെ അളവ് 3%. അതിൽ ഭൂരിഭാഗവും ഹിമപാളികളിലും ഹിമാനികളിലുമാണ് ഉറഞ്ഞു കിടക്കുന്നത്. ജീവജാലങ്ങൾക്ക് ഉപയോഗിക്കാൻ ലഭ്യമായ ശുദ്ധജലത്തിന്റെ അളവ് വളരെ പരിമിതമാണ്. ശുദ്ധജലം പോലെ തന്നെ ഭൂമിയിൽ മനുഷ്യരുടെ നിലനിൽപ്പിന് സമുദ്രജലവും അനിവാര്യമാണ്. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും ആവാസ വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിലും സമുദ്രങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു. കൂടാതെ മനുഷ്യജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങളും സമുദ്രങ്ങൾ പ്രദാനം ചെയ്യുന്നു. സമുദ്രങ്ങൾ ഭൂഖണ്ഡങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളാണ് സമുദ്രങ്ങൾ. കടലുകൾ, ഉൾക്കടലുകൾ എന്നിവ സമുദ്രത്തിന്റെ ഭാഗങ്ങളാണ്. സമുദ്രങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം സമുദ്രശാസ്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. സമുദ്രജലത്തിന്റെ സങ്കീർണമായ ചലനാത്മകത തിരിച്ചറിയുന്നതിന് സമുദ്ര പഠനം സഹായിക്കുന്നു. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം, സമുദ്ര മലിനീകരണം, ജൈവവൈവിധ്യ ശോഷണം തുടങ്ങിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും സമുദ്ര പഠനം ഉപകരിക്കുന്നു. ജൂൺ 8 ലോക സമുദ്രദിനം. എല്ലാ വർഷവും ജൂൺ 8 ലോക സമുദ്രദിനമായി ആചരിക്കുന്നു. സമുദ്രങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മനുഷ്യരുടെ അശാസ്ത്രീയമായ ഇടപെടലുകൾ സമുദ്ര ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നു. അതിനാൽ സമുദ്രങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയാണിത്. കടൽ ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് കടൽ. ഉദാഹരണം അറബിക്കടൽ. ഉൾക്കടൽ
കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന സമുദ്രഭാഗമാണ് ഉൾക്കടൽ. ഉദാഹരണം ബംഗാൾ ഉൾക്കടൽ. കടലിടുക്ക് രണ്ട് കടലുകളെയോ സമുദ്രഭാഗങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ സമുദ്രഭാഗമാണ് കടലിടുക്ക്. ഉദാഹരണം പാക് കടലിടുക്ക്. ഇവിടെ ലോക ഭൂപടത്തിൽ സമുദ്രങ്ങളുടെ പോയിന്റ് നിമോ എന്ന ഭാഗം കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗമാണിത്. ഈ കേന്ദ്രത്തിൽ നിന്നും തൊട്ടടുത്ത കരയിലെത്താൻ 2000 കിലോമീറ്ററിലധികം സഞ്ചരിക്കണം. പോയിന്റ് നിമോ പസഫിക് സമുദ്രത്തിലാണ് ഉള്ളത്. നമ്മൾ ആദ്യം നോക്കുന്നത് പസഫിക് സമുദ്രം. ഏറ്റവും വലുതും ആഴമേറിയതുമായ സമുദ്രമാണ് പസഫിക്. ഭൗമോപരിതലത്തിന്റെ 1/3 ഭാഗത്തോളം ഈ സമുദ്രത്താൽ ആവരണം ചെയ്തിരിക്കുന്നു. ഭൗമോപരിതലത്തിന്റെ 1/3 ഭാഗവും ഈ സമുദ്രത്താൽ ആവരണം ചെയ്തിരിക്കുന്നു. പസഫിക്. ലോക സഞ്ചാരിയായ ഫെർഡിനൻഡ് മഗല്ലനാണ് പസഫിക് സമുദ്രത്തിന് ഈ പേര് നൽകിയത്. അദ്ദേഹം ഈ സമുദ്രത്തെ മാർ പസഫിക്കോ എന്ന് വിളിച്ചു. ഈ വാക്കിന് ശാന്തം എന്നാണ് അർത്ഥം. അറ്റ്ലാന്റിക് സമുദ്രത്തെക്കാൾ ശാന്തമാണ് പസഫിക് സമുദ്രം എന്ന തോന്നലിലാണ് അദ്ദേഹം അങ്ങനെ പേര് നൽകിയത്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നതും ഈ സമുദ്രത്തിലാണ്. ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായ്, ന്യൂസിലാൻഡ് എന്നിവയാണ് പസഫിക് സമുദ്രത്തിലെ ചില പ്രധാന ദ്വീപ സമൂഹങ്ങൾ. പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായ മരിയാന ട്രഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. നിരവധി ഗർത്തങ്ങളും സജീവ അഗ്നിപർവ്വതങ്ങളും ഈ സമുദ്രത്തിന്റെ സവിശേഷതകളാണ്. അടുത്തത് അറ്റ്ലാന്റിക് സമുദ്രം. വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ്സിനോട് സാമ്യമുള്ളതാണ് ഇതിന്റെ ആകൃതി. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഉള്ളത്. സമുദ്രത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സമുദ്രാന്തർ പർവ്വതനിരയായ മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പ്യൂർട്ടോ റിക്കോ ട്രഞ്ചിലെ മിൽവോക്കി ഡീപ്പ് ആണ് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. ന്യൂഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ് തുടങ്ങിയ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകൾ ചിലതാണ്. ഇന്ത്യൻ സമുദ്രം. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ സമുദ്രം. വലുപ്പത്തിൽ 3ാം സ്ഥാനമാണ് ഇതിന് ഉള്ളത്. ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ ഇന്ത്യൻ സമുദ്രത്തിന്റെ ഭാഗങ്ങളാണ്. ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ ഇന്ത്യൻ സമുദ്രത്തിന്റെ ഭാഗങ്ങളാണ്. സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് ജാവ ട്രെഞ്ച്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, മാലിദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയവ ഇവിടുത്തെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ്. മലാക്ക കടലിടുക്ക് ഇന്ത്യൻ സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. മലാക്ക കടലിടുക്ക് ഇന്ത്യൻ സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അടുത്ത ദക്ഷിണ സമുദ്രം. അന്റാർട്ടിക്കിന് ചുറ്റുമായി ഏകദേശം 600 ഡിഗ്രി ദക്ഷിണ അക്ഷാംശം വരെ ദക്ഷിണ സമുദ്രം വ്യാപിച്ചു കിടക്കുന്നു. ആർട്ടിക് ഒഴികെ മറ്റെല്ലാ സമുദ്രങ്ങളുമായും അതിർത്തി പങ്കിടുന്ന ഈ സമുദ്രത്തിന് വലുപ്പത്തിൽ 4ാം സ്ഥാനമാണുള്ളത്. ഡോൾമാൻ, ഹെഡ് എന്നിവ സമുദ്രത്തിലെ ചില ദ്വീപുകളാണ്. സൗത്ത് സാൻഡ്വിച്ച് ട്രഞ്ചിലെ ഫാക്ടോറിയൻ ഗർത്തമാണ് ഇവിടുത്തെ ഏറ്റവും ആഴമേറിയ ഭാഗം. അന്റാർട്ടിക് സമുദ്രം. ഭൂരിഭാഗവും അന്റാർട്ടിക് വൃത്തത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക് സമുദ്രത്തിലാണ് ഉത്തരധ്രുവം ഉള്ളത്. ഏറ്റവും ചെറുതും ആഴം കുറഞ്ഞതുമായ സമുദ്രമാണിത്. വർഷത്തിൽ ഭൂരിഭാഗവും ഇവിടെ മഞ്ഞുറഞ്ഞ അവസ്ഥയാണ്. മൊല്ലോയി ഗർത്തമാണ് ഈ സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളുടെ വടക്കേ അതിർത്തി കൂടിയാണ് ആർട്ടിക് സമുദ്രം. അടുത്തത് തിരമാലകൾ. കാറ്റ് സമുദ്രോപരിതലത്തിൽ ഉണ്ടാക്കുന്ന ചലനമാണ് തിരമാലകൾ.
കാറ്റ് സൃഷ്ടിക്കുന്ന ഊർജ പ്രവാഹങ്ങൾ സമുദ്രോപരിതലത്തിൽ ഉയർച്ച താഴ്ചകൾ സൃഷ്ടിക്കുന്നു. ജലോപരിതലത്തെ സ്പർശിച്ച് കാറ്റ് വീശുമ്പോഴാണ് സാധാരണയായി തിരമാലകൾ ഉണ്ടാകുന്നത്. സമുദ്രജലത്തിന്റെ തുടർച്ചയായ ഈ ഉയർച്ച താഴ്ചകളാണ് തിരമാലകൾ. കാറ്റിന്റെ വേഗത വർദ്ധിക്കുന്നതിനനുസരിച്ച് തിരമാലകളുടെ വലിപ്പവും വർദ്ധിക്കുന്നു. തിരമാലകൾ കൂടാതെ വേലിയേറ്റ, വേലിയിറക്കവും സമുദ്രജല പ്രവാഹങ്ങളും സമുദ്രജല ചലനങ്ങളിൽ ഉൾപ്പെടുന്നു. സമുദ്രജലനിരപ്പ് നിശ്ചിത ഇടവേളകളിൽ ഉയരുകയും താഴുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് വേലിയേറ്റ, വേലി ഇറക്കങ്ങൾ. സമുദ്രജലനിരപ്പ് നിശ്ചിത ഇടവേളകളിൽ ഉയരുകയും താഴുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് വേലിയേറ്റ, വേലിയിറക്കങ്ങൾ. സമുദ്രജലനിരപ്പ് ഉയരുന്നതിനെ വേലിയേറ്റമെന്നും താഴുന്നതിനെ വേലിയിറക്കമെന്നും പറയുന്നു. സമുദ്രജലം കിലോമീറ്ററുകളോളം നദികളെ പോലെ സമുദ്രത്തിനുള്ളിലൂടെ ഒഴുകുന്നുണ്ട്. ഇങ്ങനെ സമുദ്രങ്ങളിൽ നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെ തുടർച്ചയായി ജലം ഒഴുകുന്ന പ്രതിഭാസമാണ് സമുദ്രജല പ്രവാഹം. എല്ലാ സമുദ്രങ്ങളിലും ഇത്തരം സമുദ്രജല പ്രവാഹങ്ങൾ ഉണ്ട്. വേലിയേറ്റ, വേലിയിറക്കങ്ങൾ. ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലം, അപകേന്ദ്ര ബലം എന്നിവ കാരണം സമുദ്രജലനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ് വേലിയേറ്റവും വേലിയിറക്കവും. ഭൂമിയിൽ ചന്ദ്രന് അഭിമുഖമായി വരുന്ന ഭാഗത്ത് ഗുരുത്വാകർഷണ ബലത്താലും വിപരീത വശത്ത് അപകേന്ദ്ര ബലത്താലും ഒരേ സമയം വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ സമയം ഭൂമിയിലെ മറ്റു സമുദ്രഭാഗങ്ങൾ വേലിയിറക്കവും അനുഭവപ്പെടുന്നു. സമുദ്രജല പ്രവാഹങ്ങൾ. സമുദ്രങ്ങളിൽ നിശ്ചിത പാതയിലൂടെ സമുദ്രജലം തുടർച്ചയായി ഒഴുകുന്ന പ്രതിഭാസമാണ് സമുദ്രജല പ്രവാഹം. കാറ്റ്, സമുദ്രജലത്തിന്റെ ഊഷ്മാവിലുണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ, ലവണത്തിലെ വ്യത്യാസങ്ങൾ, ഭൂമിയുടെ ഭ്രമണം തുടങ്ങിയവ സമുദ്രജല പ്രവാഹങ്ങൾക്ക് ചില കാരണങ്ങളാണ്. എന്തുകൊണ്ടാണ് സമുദ്രജലത്തിന് ഉപ്പുരസം ഉള്ളതെന്ന് നമുക്ക് നോക്കാം. എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിലും ധാതു ലവണങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എന്നാൽ സമുദ്രജലത്തിൽ ലവണങ്ങളുടെ അളവ് പൊതുവെ കൂടുതലാണ്. അതുകൊണ്ടാണ് സമുദ്രജലത്തിന് ഉപ്പുരസമുള്ളത്. ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള എല്ലാ ധാതു ലവണങ്ങളിലും മൊത്തം അളവാണ് ലവണത്വം. ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള എല്ലാ ധാതു ലവണങ്ങളുടെയും മൊത്തം അളവാണ് ലവണത്വം. സമുദ്രവും മനുഷ്യരും. അമൂല്യമായ വിഭവങ്ങളുടെ ഉറവിടങ്ങളാണ് സമുദ്രങ്ങൾ. പ്രാചീന കാലം മുതൽ മനുഷ്യർ സമുദ്രങ്ങളെ ഉപജീവനത്തിനായി ആശ്രയിക്കുന്നു. മത്സ്യസമ്പത്തിനൊപ്പം മൂല്യമേറിയ മറ്റു വിഭവങ്ങളും സമുദ്രം പ്രദാനം ചെയ്യുന്നു. രാജ്യാന്തര വാണിജ്യ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് സമുദ്ര ഗതാഗതം സഹായിക്കുന്നു. ആഗോളതാപനത്തെ നിയന്ത്രിക്കുന്നതിനും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനും സമുദ്രങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. സമുദ്രതീരങ്ങൾ പൊതുവെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടിയാണ്. സമുദ്രജല മലിനീകരണം. സമുദ്രങ്ങൾ പലതരത്തിലുള്ള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നുണ്ട്. മലിനീകരണമാണ് സമുദ്രങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം. രാസവസ്തുക്കളും മറ്റു ഹാനികരമായ പദാർത്ഥങ്ങളും സമുദ്രങ്ങളിൽ എത്തിച്ചേരുന്നതും സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ്. സമുദ്രങ്ങളെ മാത്രമല്ല, നദികൾ, തടാകങ്ങൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളെയും മലിനീകരണം ബാധിക്കുന്നു. സമുദ്രജല സംരക്ഷണ മാർഗങ്ങൾ. സമുദ്രജല സംരക്ഷണ മാർഗങ്ങളൊന്നും പരിശോധിക്കാം. പ്ലാസ്റ്റിക്, രാസവസ്തുക്കൾ മുതലായവ സമുദ്രങ്ങളിലേക്ക് എത്തുന്നത് തടയുക. തീരങ്ങളെ മാലിന്യമുക്തമായി സംരക്ഷിക്കുക. സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് അവബോധം വളർത്തുക. സുസ്ഥിരമല്ലാത്ത മത്സ്യബന്ധനം നിയന്ത്രിക്കുക. സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കുക. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. താങ്ക് യു.